വൈഫിൻ്റെ എഗ്ഗിനെ പോലെ തന്നെ 50% പിതാവും 50% മാതാവുമാണ്. ചില ടെസ്റ്റുകളൂടെ ചെയ്യുന്നത് സഹായകരമായിരിക്കും. സ്പേമിൻ്റെ മോർഫോളജി, അതായത് സ്പേമിനൊരു ഹെഡുണ്ട്, നെക്കുണ്ട്, ടെയിലുണ്ട്. എൻ്റെ പേര് ഡോക്ടർ ബിജോസ് എബ്രഹാം. ഞാൻ മൗലാന IVF സീനിയർ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഓട്സ്, അതായത് ഒളിഗോ അസ്തെനോ ടെററ്റോസ്പെർമിയ എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ച്. പുരുഷന്മാരിൽ ഒളിഗോസ്പെർമിയ, അതായത് ഒളിഗോ അസ്തെനോ ടെററ്റോസ്പെർമിയ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒളിഗോസ്പെർമിയ എന്ന് പറഞ്ഞാൽ കൗണ്ട് കുറയുക, അതായത് പുതിയ WHO സ്റ്റാൻഡേർഡ് അനുസരിച്ച് 15 മില്യണിൽ താഴെ ഉള്ളതിനാണ് നമ്മൾ ഒളിഗോസ്പെർമിയ എന്ന് പറയുന്നത്. അസ്തെനോസ്പെർമിയ എന്ന് പറഞ്ഞാൽ WHO സ്റ്റാൻഡേർഡ് അനുസരിച്ച് ലെസ് ദാൻ റാപ്പിഡ് പ്രോഗ്രസീവ്, അതായത് ഏറ്റവും നല്ല ചലനശേഷിയുള്ള ബീജാണുക്കളുടെ അളവ് 32% താഴെയാവുന്ന കേസിനെയാണ് നമ്മൾ അസ്തെനോസ്പെർമിയ എന്ന് പറയുന്നത്. ടെററ്റോസ്പെർമിയ എന്ന് പറഞ്ഞാൽ സ്പേമിൻ്റെ മോർഫോളജി, അതായത് സ്പേമിനൊരു ഹെഡുണ്ട്, നെക്കുണ്ട്, ടെയിലുണ്ട്. അപ്പോൾ ഈ മോർഫോളജി, അതായത് ഇതിൻ്റെ ഘടനയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ടെററ്റോസ്പെർമിയ, അതായത് ലെസ് ദാൻ നോർമൽ ഫോംസ് 4% താഴെയാണെങ്കിലാണ് നമ്മൾ ടെററ്റോസ്പെർമിയ എന്ന് പറയുന്നത്. അതിനകത്ത് ഓട്സ് എന്ന് പറഞ്ഞാൽ കൗണ്ട് 15 മില്യണിൽ താഴെ, മോട്ടിലിറ്റി നല്ല ചലനശേഷിയുള്ള ബീജാണുക്കളുടെ ആണ് 32% താഴെ. ടെററ്റോസ്പെർമിയ എന്ന് പറയുന്നത് ഇത് മൂന്നുകൂടെ ഒരുമിച്ച്, അതായത് മോർഫോളജി ഘടനയിൽ 4% താഴെ നോർമൽ ഫോംസ് ആയിട്ടുള്ള സ്പേംസ്, ഈ 3 പ്രശ്നങ്ങളും കൂടെ ഒരുമിച്ച് കാണുന്നതിനെയാണ് നമ്മൾ ഓട്സ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ സിവിയർ ഓട്സ് എന്ന് പറയുന്നത് ഏകദേശം, ഇപ്പം നമ്മൾ ഓട്സ് എന്ന് പറഞ്ഞത് ചിലർക്ക് ചിലപ്പോൾ ഇതിൻ്റെയും കൂടുതലായിട്ട് കാണാം. സിവിയർ ഓട്സ് എന്ന് പറയുന്നത് ഏകദേശം കൗണ്ട് 5 മില്യണിൽ താഴെ വരുന്നതിനെയാണ് നമ്മൾ സിവിയർ ഓട്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വരുന്നു, അവർ നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വരുന്നു, വൈഫിനെ നോക്കുന്നു. പലപ്പോഴും നമ്മൾ വൈഫിനെ പരിശോധനയ്ക്ക് ശേഷമാണ് ഹസ്ബൻഡ് സെമൻ അനാലിസിസ് പറയുന്നത്. പക്ഷേ ഇന്ന് മസ്റ്റാണ് നാച്ചുറൽ പ്രഗ്നൻസിക്കും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ വരുന്ന എല്ലാ പേഷ്യൻസ് വൈഫിനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു സെമൻ പാരാമീറ്റേഴ്സ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മൾ ഇന്ന് എല്ലാ പേഷ്യൻസിനോടും പറയാറുണ്ട്. അങ്ങനെ നമ്മൾ സെമൻ അനാലിസിസ് ചെയ്ത് പേഷ്യൻ്റ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് അടുത്ത മാനേജ്മെൻറ്റ്? അടുത്ത മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ഒരൊറ്റ സാമ്പിളിൽ കണ്ട കാര്യമായിരിക്കാം, ചിലപ്പോൾ ലാബിൻ്റെ പ്രശ്നമായിരിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു 2 ആഴ്ച 3 ആഴ്ച അവർക്ക് ആൻറ്റി ഓക്സിഡൻസ് ചെറിയ മരുന്നുകൾ കൊടുത്തിട്ട് ഒരു 2 to 3 വീക്സ് കഴിഞ്ഞിട്ട് അവരോട് ഒന്നുകൂടെ സെമൻ ടെസ്റ്റ് ചെയ്യാൻ പറയും. നേരത്തെ റിപ്പോർട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യത്തില്ല. പക്ഷേ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്ന ഇതാണെങ്കിൽ നമ്മൾ 2-3 ആഴ്ചയ്ക്ക് ശേഷം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാൻ പറയും. ആ സമയത്തും ഇതേ പ്രോബ്ലമാണ്, അതായത് കൗണ്ട് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ സെമൻ അനാലിസിസ് കൂടാതെ ചില ടെസ്റ്റുകളൂടെ ചെയ്യുന്നത് സഹായകരമായിരിക്കും. അവരുടെ പുരുഷ ഹോർമോണിൻ്റെ അളവ് ടെസ്റ്റോസ്റ്ററോൺ, അവരുടെ സ്ത്രീ ഹോർമോണിൻ്റെ അളവ്, പുരുഷന്മാർക്കും സ്ത്രീ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഈസ്ട്രഡയോളിൻ്റെ അളവ്, ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രഡയോളും നമ്മൾ നോക്കും. അതേപോലെ ബ്രെയിനിൽ ഇതിനെ നിയന്ത്രിക്കുന്ന ഹോർമോണായ FSHLH, ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രഡയോൾ, ഇത്രയും ടെസ്റ്റുകളും അവർക്ക് തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കാൻ തൈറോയിഡും അത്രയും ടെസ്റ്റുകൾ നമ്മൾ പരിശോധിക്കാറുണ്ട്. ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രഡയോൾ എടുത്തതിന് ശേഷം ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രഡയോൾ റേഷ്യോ നമ്മൾ നോക്കും. അതിനകത്ത് ഈ റേഷ്യോ 10ൽ താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈസ്ട്രഡയോളിൻ്റെ ലെവൽ കൂടുതലാണ് എന്നുള്ളതാണ്. സ്ത്രീ ഹോർമോണിൻ്റെ ലെവൽ ഇങ്ങനെയുള്ളവർക്ക് കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കുറയാനുള്ള മരുന്നുകൾ ഇവർക്ക് എടുക്കും. അതേപോലെ ഇപ്പോൾ കൗണ്ട് വളരെ കുറവാണ്, ഞാൻ പറയുന്ന 8 മില്യൺ അല്ലെങ്കിൽ 5 മില്യൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ FSH എന്ന് പറഞ്ഞ ഹോർമോൺ നോക്കുന്നത് സഹായകരമായിരിക്കും. FSH നോക്കുന്നത് എന്തിനാണ്? FSH നോക്കുമ്പോൾ അവരുടെ ടെസ്റ്റിസിൻ്റെ പ്രവർത്തനം കുറയുന്നുണ്ടോ എന്നറിയാൻ പറ്റും. FSH കൂടുതലാണെങ്കിൽ, FSH എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന, പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. FSHൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പുരുഷൻ്റെ ടെസ്റ്റിസിൽ നിന്നാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിസിൻ്റെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയമില്ല, നമുക്ക് സമയം നഷ്ടപ്പെടുത്താനില്ല, നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, പെട്ടെന്ന് തന്നെ നമ്മൾ പരിഹാരങ്ങളിലോട്ട് തേടണം എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇത്രയും ടെസ്റ്റുകൾ ഒരുമിച്ച് ചെയ്ത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കും. ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രഡയോൾ റേഷ്യോ മാത്രമാണ് അപാകത, FSH കാര്യമായ കൂടുതലില്ല എന്നാണെങ്കിൽ നമ്മൾ അതിനുള്ള മരുന്നുകൾ മാത്രം, ഈ ടെസ്റ്റോസ്റ്ററോൺ സ്ത്രീ ഹോർമോൺ ലെവൽ കുറയ്ക്കാനുള്ള മരുന്നുകളും ആൻറ്റി ഓക്സിഡൻസ് അവർ സഹായിക്കും. വൈറ്റമിൻ ഗുളികകൾ നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ C. പിന്നെ നമ്മൾ പേഷ്യനോട് അവരുടെ ജോലി, എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്, അവർക്ക് ചൂട് കൂടിയ ജോലിയാണോ, പെയിൻറ്റ് ജോലിയാണോ, അവർക്ക് പെയിൻറ്റിൻ്റെ എന്തെങ്കിലും ജോലികളുണ്ടോ, കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണോ കൂടുതൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി എടുക്കും. അത് കുറയ്ക്കാൻ അവരോട് എന്തെങ്കിലും രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് കുറയ്ക്കാൻ പറയും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു കാര്യമാണ് DNA ഫ്രാഗ്മെൻറ്റേഷൻ. ഇത്രയും ചെയ്തു, കൗണ്ട് കുറവായിട്ട് കണ്ടു, DNA ഫ്രാഗ്മെൻറ്റേഷൻ ഹൈ ആണോ നോക്കും. DNA ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് ഹൈ ആയിട്ട് കാണുകയാണ്, 15 to 25% കൂടുതൽ DNA ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊരു പ്രോബ്ലമാണ്. അങ്ങനെ വരുന്ന കേസുകളിൽ DNA ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ അടുത്ത ജനറേഷന് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ DNA. അപ്പോൾ ഈ DNA ഫ്രാഗ്മെൻറ്റേഷൻ, പേര് തന്നെ ഉണ്ട്, ആ DNAയിൽ എന്തെങ്കിലും ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അബ്നോർമാലിറ്റി, കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്, അബോർഷൻ്റെ സാധ്യത കൂടുതലാണ്. DFI ഹൈ ആണോ എന്ന് നമ്മൾ നോക്കും. പിന്നെ ഇവരുടെ ഡയറ്ററി ഹാബിറ്റ്സ്, സ്മോക്കിങ്, ആൽക്കഹോളിസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിർബന്ധമായി കുറയ്ക്കാൻ പറയും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ, സ്ക്രോട്ടത്തിൻ്റെ സ്കാൻ ചെയ്ത് നോക്കും. വേരിക്കോസീലുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ടാണ്. വേരിക്കോസീൽ ഉണ്ടെങ്കിൽ നമുക്ക് പാൽപ്പബിൾ വേരിക്കോസീലുണ്ട്, അതിനകത്ത് അബ്നോർമാലിറ്റീസ് ഉണ്ട്
ഉണ്ടെങ്കിൽ വെരിക്കോസിലെക്ടമി ഇങ്ങനെയുള്ളവർക്ക് സഹായകരമായിരിക്കും. അപ്പോൾ ആദ്യം പേഷ്യന്റ് വന്നു, കൗണ്ട് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് പ്ലസ് ഈ റേഷ്യോ, പിന്നെ നമ്മൾ DNA ഫ്രാഗ്മെന്റേഷൻ, അതിനുശേഷം സ്കാൻ. DNA ഫ്രാഗ്മെന്റേഷനും കൗണ്ടിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടാബ്ലറ്റ്സ് എടുത്ത് നമുക്കൊരു 3 to 6 months കഴിഞ്ഞ് ഈ ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. കാര്യമായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് നാച്ചുറലി ട്രീറ്റ്. പല കേസുകളിലും നമ്മൾ കാണാറുള്ളത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് 3 to 6 months കഴിയുമ്പോൾ കൗണ്ട് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നാച്ചുറലി തന്നെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ 3 to 4 months ആയിട്ടും കാര്യമായ വ്യത്യാസങ്ങളില്ല, നമ്മൾ ടാബ്ലറ്റ്സ് എടുത്തു, ഇഞ്ചക്ഷൻ എടുത്തു, എന്നിട്ടും കാര്യമായ വ്യത്യാസങ്ങളില്ല എന്നാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കേസുകളിൽ അവരോട് IVF ചെയ്യാൻ പറയും. IVF തന്നെ ഇവർക്ക് മറ്റുള്ള സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന IVF ഇക്സിയോ ആയിരിക്കത്തില്ല ഇവർക്ക് അത് ഗുണകരമാവുന്നത്. അവർക്ക് പിക്സി, അതായത് ഇക്സി ചെയ്യുന്നതിന് പകരം പിക്സി, ഏറ്റവും നല്ല സ്പേംസിനെ പിക്ക് ചെയ്ത് പിക്സി എന്ന് പറയുന്ന നൂതനമായ ചികിത്സ ഇവർക്ക് സഹായകരമായിരിക്കും. അതേപോലെ ടീസ, അതായത് നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്തെടുക്കുന്ന സെമിന് പകരം ടെസ്റ്റിസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സ്പേമിനെ എടുക്കുന്നതും ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സഹായകരമായിട്ട് കാണാറുണ്ട്. സിവിയർ ഓട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൗണ്ട് വളരെ കുറവ്, മോർഫോളജി കുറവ്, ഘടനത്തിൽ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണെന്നും അതിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഗുളികകളല്ലാതെ അതിന് കൂടിയ ചികിത്സകൾ ചെയ്യണമെന്നും എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ IVF ഇക്സി ഒക്കെ ചെയ്യുമ്പോൾ വൈഫിന്റെ എഗ്ഗ് നല്ലതാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വൈഫിന്റെ എഗ്ഗിനെ പോലെ തന്നെ 50% പിതാവും 50% മാതാവുമാണ്. അപ്പോൾ ഹസ്ബൻഡിന്റെ പാരാമീറ്റേഴ്സും നമുക്ക് നല്ലതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഇന്ന് ചികിത്സകൾ അവൈലബിൾ ആണ്, അത് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. താങ്ക് യു.